Hi, very good morning to all of you. Today I would like to discuss about another method of portfolio management, that is Gensis Performance Index. This is my 25th video regarding the syllabus oriented classes of KPSC Assistant Professor in Commerce. So now I move to Gensis Performance Index. So who is the inventor of this index, and what is the introduction behind this Gensis Performance Index? So coming to the intro part, this Gensis Performance Index was developed by an American economist called Michael Gensis in the year 1968. Gensis alpha was first used as a measure in the evaluation of mutual fund managers by Michael Gensis in 1968. That is, the Gensis Performance Index first develop ചെയ്തത് മൈക്കൽ ജെൻസൺ ആണ് 1968. ഇത് ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ മ്യൂച്വൽ ഫണ്ട് ഈസ് കമ്മിങ് അണ്ടർ ദ വൺ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ഇൻ ദ പോർട്ട്ഫോളിയോ. അവിടെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെർഫോമൻസ് ഇൻഡെക്സ് ഫസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തത് മൈക്കൽ ജെൻസൺസ് ഇൻ ദ ഇയർ 1968. This Gensis Alpha Index is a risk-adjusted performance measure. Then what do you mean by risk-adjusted performance measure? That is, this is based on the concept that the riskier asset should have a higher expected return than the less risky asset. Risk-adjusted performance index എന്ന് പറഞ്ഞാൽ this method takes into account the relative risk of an asset. നമ്മൾ ഏത് അസറ്റിലാണോ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലുണ്ടാകുന്ന റിസ്കിനെ കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിലേറ്റീവ് റിസ്ക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ് ഇൻഡെക്സ് ആണ് ജെൻസിസ് പെർഫോമൻസ് ഇൻഡെക്സ്. ഇത് ഏതുപോലെയാണ് നമ്മളെ കാപ്പം മോഡൽ പോലെയുള്ള റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ് ഇൻഡെക്സ് ആണ്. കാപ്പം മോഡലിലും അതുപോലെ തന്നെ നമ്മൾ ഫാം ആൻഡ് ഫ്രഞ്ച് 3 ഫാക്ടർ മോഡൽ അനാലിസിസ് നമ്മൾ റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെയും റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡ് ഓഫ് പെർഫോമൻസ് ഇൻഡെക്സ് ആണ് ജെൻസിസ് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൻ്റെ റിസ്ക് കൂടുന്നോറും അതിൽ നിന്ന് കിട്ടുന്ന എക്സ്പെക്റ്റഡ് റിട്ടേണും കൂടി കൂടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ. സോ ഇഫ് എൻ അസറ്റ് റിട്ടേൺ ഈസ് ഈവൻ ഹയർ ദാൻ ദ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ, ദ അസറ്റ് ഈസ് സെഡ് ടു ഹാവ് എ പോസിറ്റീവ് ആൽഫ. അപ്പോൾ ഇതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളെടുത്ത സ്പെസിഫിക് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൻ്റെ റിട്ടേൺ നമ്മൾ ഓവറോൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത് കൂടുതലാണോ കുറവാണോ എന്നുള്ളതിൻ്റെ രീതിയിലാണ് ഡിസിഷൻ വരുന്നത്. അപ്പോൾ ഇഫ് എൻ അസറ്റ് റിട്ടേൺ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ ആണെങ്കിൽ ദെൻ ദാറ്റ് അസറ്റ് ഈസ് സെഡ് ടു ഹാവ് എ പോസിറ്റീവ് ആൽഫ. അപ്പോൾ നോർമലി ഒരു ഇൻവെസ്റ്റർ പോസിറ്റീവ് ആൽഫയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് താല്പര്യപ്പെടുക. ഈ പോസിറ്റീവ് ആൽഫന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം an investor should have the capacity to earn abnormal return from the investment. പോസിറ്റീവ് ആൽഫ എന്ന് പറയുന്ന abnormal return ഈക്വൽ ആണ്. So investors are mostly seeking investment that have the higher alpha. So this is something about the introduction. Then next I want to discuss about the meaning of Gensis Performance Index. As I said earlier, it is a risk-adjusted performance measure that represents the average return on a portfolio investment. ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവറേജ് റിട്ടേൺ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പെർഫോമൻസ് ഇൻഡെക്സ് ആണ് ജെൻസിസ് പെർഫോമൻസ് ഇൻഡെക്സ്. ഈ മെത്തേഡ് നമ്മളെ കാപ്പം മോഡൽ പോലെ തന്നെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ ആണ്. അപ്പോൾ അവിടെയുള്ള ബീറ്റ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അബോവ് ബിലോ ദാറ്റ് പ്രഡിക്റ്റഡ് ബൈ ദ കാപ്പം മോഡൽ ഗിവൺ ദ പോർട്ട്ഫോളിയോ ബീറ്റ ആൻഡ് ദ ആവറേജ് മാർക്കറ്റ് റിട്ടേൺ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ നിന്ന് കിട്ടുന്ന ആവറേജ് റിട്ടേണും ആ മൊത്തത്തിലുള്ള പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബീറ്റയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയിട്ടുള്ള ഒരു റിസ്ക് അഡ്ജസ്റ്റഡ് മെത്തേഡാണ് ജെൻസിസ് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. സോ ദിസ് മെട്രിക് ഈസ് കോമൺലി റെഫേർഡ് ടു ആസ് simply alpha. The Gensis measure is the difference in how much a person's return versus the overall market. അതായത് ഓവറോൾ പോർട്ട്ഫോളിയോ മാർക്കറ്റ് റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മളൊരു പ്രത്യേക ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൽ ഉണ്ടാകുന്ന റിട്ടേൺ എത്ര എന്നുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി ഈ ജെൻസിസ് പെർഫോമൻസ് ഇൻഡെക്സിലൂടെ നടത്താൻ പറ്റും.
So for accurately analyzing the performance of an investment manager, an investor must look not only the overall return of a portfolio to see if the investment's return compensate for the risk it takes. അതായത് നമ്മൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ, നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണോ നമ്മൾ സെലക്ട് ചെയ്തത് അതിൻ്റെ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ വെദർ ഇറ്റ് മേ ബി പ്രോഫിറ്റബിൾ ഓർ നോട്ട് എന്ന് നമുക്ക് ആക്യുറേറ്റ്ലി അനലൈസ് ചെയ്യണമെങ്കിൽ, ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻവെസ്റ്റർ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജെൻസിസ് പെർഫോമൻസ് ഇൻഡെക്സ് മെത്തേഡ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിവിജ്വൽ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേണും ഓവറോൾ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേണും തമ്മിൽ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ടാണ് ആ ഒരു തീരുമാനം ഇൻവെസ്റ്റർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ആ ഡിഫറൻസ് അല്ലെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ സീറോ ആവാം. അതായത് പോസിറ്റീവ് ആവുമ്പോൾ ആണ് നമുക്ക് ഗുഡ് സിഗ്നൽ, അതായത് ഹയർ റിട്ടേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യുമെന്നാണ് പോസിറ്റീവ് ആൽഫനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നെഗറ്റീവ് ആവുമ്പോൾ പോർട്ട്ഫോളിയോ ഇസ് നോട്ട് ഏൺഡ് ഇനഫ് റിട്ടേൺ ഗിവൺ ദ എമൗണ്ട് ഓഫ് റിസ്ക് ദാറ്റ് ദേ വർ ടേക്കിംഗ്. നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നത് ആ റിസ്കിനനുസരിച്ച് നമുക്ക് ഇനഫ് റിട്ടേൺ കിട്ടുന്നില്ല എന്നതാണ് നെഗറ്റീവ് ആൽഫനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പോസിറ്റീവ് ആൽഫനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇഫ് ദ ഇൻഡെക്സ് ഇസ് പോസിറ്റീവ് ദ പോർട്ട്ഫോളിയോ ഇസ് ഇനഫ് ടു ഏൺഡ് എക്സസ് റിട്ടേൺ ഗിവൺ ദ എമൗണ്ട് ഓഫ് റിസ്ക് ദേ വർ ടേക്കിംഗ്. നമ്മൾ എത്രത്തോളമാണ് റിസ്ക് എടുക്കുന്നത് അത്രത്തോളം റിട്ടേൺ കിട്ടാൻ അത് കേപ്പബിൾ ആണ് എന്നതാണ് പോസിറ്റീവ് ആൽഫനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണും ഓവറോൾ പോർട്ട്ഫോളിയോ റിട്ടേണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം അതിനുള്ള അത് ഇറ്റ് മേ ബി either പോസിറ്റീവ് ആൽഫ ഓർ നെഗറ്റീവ് ആൽഫ ഓർ സംതിങ് ലൈക്ക് സീറോ ആൽഫ. അപ്പോൾ പോസിറ്റീവ് ആകുമ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ഒരു ഗുഡ് സിഗ്നൽ. നമുക്ക് അതിൽ നിന്നും നമ്മൾ എത്രത്തോളമാണ് റിസ്ക് എടുക്കുന്നത് അത്രത്തോളം നമുക്ക് റിട്ടേൺ കിട്ടും എന്നുള്ളൊരു ഒരു ഉറപ്പ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ അവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് two mutual funds both have a 12% return. രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ, രണ്ട് മ്യൂച്വൽ ഫണ്ടാണ്, രണ്ടിൻ്റെയും റിട്ടേൺ എന്ന് പറയുന്നത് 12% ആണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റർക്ക് ഒരു തീരുമാനം എടുക്കണം. അയാൾക്ക് ലെസ് റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം. സോ അങ്ങനെയാണെങ്കിൽ ജെൻസസ് മെഷർ വെച്ചിട്ട് എങ്ങനെയാണ് അയാൾ തീരുമാനം എടുക്കുക? ജെൻസസ് മെഷർ ഈസ് വൺ ഓഫ് ദ വേസ് ടു ഡിറ്റർമിൻ ഇഫ് ദ portfolio is earning the proper return for its level of return according to the level of risk taken by him. അതായത് ഇപ്പോൾ ജെൻസസ് പെർഫോമൻസ് ഇൻഡെക്സ് വെച്ചിട്ട് അയാൾക്ക് തീരുമാനം എടുക്കണമെങ്കിൽ ആ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് ആ കൺസേൺ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ നിന്നും പിന്നെ പ്രോപ്പർ റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളത് തീരുമാനം എടുക്കാൻ ഈ ജെൻസസ് പെർഫോമൻസ് ഇൻഡെക്സിലൂടെ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾക്കതിൻ്റെ ആൻസർ വാല്യൂ ആ ആൽഫ വാല്യൂ പോസിറ്റീവാണ് കിട്ടിയതെങ്കിൽ നമ്മൾ അതിനെ കൊണ്ട് തീരുമാനിക്കുന്നത് ദെൻ ദ പോർട്ട്ഫോളിയോ ഈസ് ഏർണിംഗ് എക്സസ് റിട്ടേൺ. നേരത്തെ പറഞ്ഞു. ദെൻ നെഗറ്റീവ് ആൽഫ ആണെങ്കിൽ പോർട്ട്ഫോളിയോ നോട്ട് ഏൺഡ് ഇനഫ് റിട്ടേൺ ഗിവൺ ദ എമൗണ്ട് ഓഫ് റിസ്ക് ദേ വർ ടേക്കിംഗ്. അപ്പോൾ അങ്ങനെയാണ് തീരുമാനം എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കൺസേൺ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിൻ്റെ റിട്ടേണും ഓവറോൾ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേണും നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള തീരുമാനം ഒരു ഇൻവെസ്റ്റർക്ക് എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു പെർഫോമൻസ് ഇൻഡെക്സ് ആണ് ജെൻസസ് പെർഫോമൻസ് ഇൻഡെക്സ്. സോ അക്കോർഡിംഗ് ടു ദിസ് ഇൻഡെക്സ് ഹൗ വിൽ യു കാൽക്കുലേറ്റ് ദ ആൽഫ? ദാറ്റ് ഈസ് ജെൻസസ് ആൽഫ ഈസ് ഈക്വൽ ടു RI മൈനസ് RF plus beta into RM minus RF. Once again, the formula for calculating the Jensen's alpha is equal to RI minus RF plus beta into RM minus RF. സോ നമ്മളത് ഇക്വേഷൻ്റെ രൂപത്തിൽ പറയുമ്പം പോർട്ട്ഫോളിയോ റിട്ടേൺ അക്കോർഡിംഗ് ടു ജെൻസസ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു റിട്ടേൺ അക്കോർഡിംഗ് ടു ജെൻസസ് ആൽഫ, that is Jensen's alpha is equal to portfolio return minus risk-free rate plus portfolio beta into market return minus risk-free return. Once again, portfolio return minus RI stands for portfolio return minus RF plus. അപ്പോൾ RF എന്ന് ഉദ്ദേശിക്കുന്നത് റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. അപ്പോൾ RM എന്ന് പറഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ്
portfolio return minus risk-free rate plus portfolio beta into RM minus RF. RM stands for market return minus RF stands for risk-free risk. അപ്പോൾ risk-free റിസ്കിൽ നിന്നും മാർക്കറ്റ് റിസ്ക് മൈനസ് ചെയ്ത ഫിഗറിൻ്റെ മുകളിൽ ബീറ്റാൻ്റെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനോടുകൂടി റിസ്ക് ഫ്രീ റേറ്റ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. ആ മൊത്തം സം ഏതിൽ നിന്ന് മൈനസ് ചെയ്യുക, എൻ്റർ പോർട്ട്ഫോളിയോ റിട്ടേൺ നിന്ന് മൈനസ് ചെയ്യുക. അപ്പം കിട്ടുന്ന ഫിഗറാണ് ആൽഫ എന്ന് പറഞ്ഞാൽ. സോ ഓരോ ലെറ്റർ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞു. RI എന്ന് പറഞ്ഞാൽ ദ റിയലൈസ്ഡ് റിട്ടേൺ ഓഫ് ദ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറയാം. RM എന്ന് പറഞ്ഞാൽ റിയലൈസ്ഡ് റിട്ടേൺ ഓഫ് ദ അപ്രോപ്രിയേറ്റ് മാർക്കറ്റ് ഇൻഡെക്സ് ഓർ മാർക്കറ്റ് റിട്ടേൺ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ദെൻ RF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ദെൻ B ഈസ് ഈക്വൽ ടു ബീറ്റ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ചോസൺ മാർക്കറ്റ് ഇൻഡെക്സ്. ഏത് മാർക്കറ്റ് ഇൻഡെക്സിലാണോ നമ്മൾ അത് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് റിസ്ക് ഫാക്ടറാണ് ബീറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ബീറ്റ എന്ന് പറയുന്ന ടേം നമ്മൾ ഫാം ആൻഡ് ഫ്രഞ്ചിലും കേട്ടിട്ടുണ്ട്, കാപ്പം മോഡലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബീറ്റ എന്നൊക്കെ അറിയാമായിരിക്കും. ഇവിടെ നമ്മൾ ജെൻസസ് പെർഫോമൻസ് ഇൻഡെക്സിൽ നമ്മൾ പറയുന്നത് ആൽഫ എന്നാണ്. കാരണം ജെൻസസ് പെർഫോമൻസ് ഇൻഡെക്സിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആൽഫയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ആൽഫ എടുത്തു, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ബീറ്റ റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. സോ ആൽഫ ആൻഡ് ബീറ്റ ആർ ദ ടു മെഷർമെൻറ്റ് യൂസ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് എ സ്റ്റോക്ക് ഓർ എ ഫണ്ട് ഓർ എ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ. അതായത് ആൽഫയും ബീറ്റയും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റോക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫണ്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോൻ്റെയോ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടു ഇമ്പോർട്ടൻറ്റ് കീ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആൽഫ ആൻഡ് ബീറ്റ. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ആൽഫയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ മെഷേഴ്സ് ദി എമൗണ്ട് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് റിട്ടേൺഡ് ഇൻ കമ്പാരിസൺ ടു ദ മാർക്കറ്റ് ഇൻഡെക്സ് ഓർ അതർ ക്രൈറ്റീരിയ ഇറ്റ് ഈസ് കമ്പയർഡ് അഗെയിൻസ്റ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് മാർക്കറ്റ് റിസ്ക് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ക്രൈറ്റീരിയ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത്, പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ ഫാം ആൻഡ് ഫ്രഞ്ചിൽ നമ്മൾ എടുക്കുന്ന ക്രൈറ്റീരിയ മാർക്കറ്റ് റിട്ടേൺ SMBയും അതുപോലെ HML ആണ്. നമ്മൾ കാപ്പം മോഡൽ എടുക്കുന്നത് മാർക്കറ്റ് റിട്ടേൺ ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ ആർബിട്രേജ് പ്രൈസിങ്ങിൽ പറഞ്ഞത് ഒരുപാട് മാക്രോ ഇക്കണോമിക്കിനെ എഫക്റ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷന്, അതുപോലെ ഡിഫ്ലേഷന്, ബൂമ്, റിസഷന്, ഡിപ്രഷന്, ഇൻഡസ്ട്രിയൽ പെർഫോമൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് മാക്രോ ഇക്കണോമിക്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ വാട്ട് എവർ ഇറ്റ് മേ ബി നമ്മൾ ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണോ എടുക്കുന്നത് ആ ക്രൈറ്റീരിയ വെച്ചിട്ട് എടുക്കുന്നത്. ആൽഫ മെഷേഴ്സ് ദ എമൗണ്ട് ദാറ്റ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് റിട്ടേൺ. നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ റിട്ടേൺ ഏതുമായിട്ടാണോ നമ്മൾ ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ കമ്പാരിസൺ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആൽഫ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കമ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിലാണോ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂവിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ റിട്ടേണും ഓവറോൾ പോർട്ട്ഫോളിയോൻ്റെ റിട്ടേണും തമ്മിലുള്ള കമ്പാരിസൺ പർപ്പസ് ഇവിടെ നടത്തുന്നതുകൊണ്ടാണ് ഇവിടെ ജെൻസസ് പെർഫോമൻസ് ഇൻഡെക്സിൽ ആൽഫ ടേം ഉപയോഗിക്കുന്നത്. വേറെ സ്കാപ്പം മോഡലിലും നമ്മൾ അതുപോലെ തന്നെ ഫാം ആൻഡ് ഫ്രഞ്ചിലും നമ്മൾ ബീറ്റ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. ബീറ്റ മെഷേഴ്സ് ദ വോളറ്റാലിറ്റി ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വോളറ്റാലിറ്റി എത്രമാത്രം അതിന് ചാഞ്ചാട്ടം സംഭവിക്കുന്നുണ്ട് നോക്കാനാണ് ബീറ്റ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഇറ്റ്സ് റിലേറ്റീവ് റിസ്ക്. അപ്പോൾ എത്രത്തോളം വോളറ്റാലിറ്റി ഉണ്ടോ അത്രത്തോളം റിസ്ക് ഉണ്ട്, എത്രത്തോളം വോളറ്റിലിറ്റി കുറവാണോ അത്രത്തോളം റിസ്ക് കുറവാണ്. അതായത് പിന്നെ റിലേറ്റീവ് റിസ്കിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഷർമെൻ്റാണ് ബീറ്റ. ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ഏത് ഡിസിഷൻ ക്രൈറ്റീരിയ വെച്ചിട്ടാണോ നമ്മൾ എടുക്കുന്നത് അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ പർപ്പസ് വേണ്ടി നടത്താൻ ആൽഫ മെഷേഴ്സ് ദ എമൗണ്ട് ദാറ്റ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് റിട്ടേൺ ഇൻ കമ്പാരിസൺ ടു ദി മാർക്കറ്റ് ഇൻഡെക്സ് ഓർ അതർ ക്രൈറ്റീരിയ. നമ്മൾ ഏത് ക്രൈറ്റീരിയ ആണോ എടുക്കുന്നത് ഇറ്റ് ഈസ് കമ്പയർഡ് അഗെയിൻസ്റ്റ്, അത് തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ആൽഫ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ജെൻസസ് ആൽഫ ഇസ് ഈക്വൽ ടു വൺസ് അഗെയിൻ ജെൻസസ് ആൽഫ ഇസ് ഈക്വൽ ടു പോർട്ട്ഫോളിയോ റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് portfolio beta into market return minus risk free return. So this is the formula of calculating Janssens performance index. So I am quoted an example here how to calculate Janssens performance index and how to take the decision whether to make investment or not. So see the question.
Mutual fund realized a return of 15% last year. I don't know. ഇതുപോലെയുള്ള പ്രോബ്ലംസ് PSC എക്സാമിന് ചോദിക്കണമെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ജെൻസസ് പെർഫോമൻസ് ഇൻഡെക്സ് കുറച്ചും കൂടിയും കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ പ്രോബ്ലം ഇവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് അനലൈസ് ചെയ്യുമ്പം അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡും കൂടിയും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ മ്യൂച്വൽ ഫണ്ട് റിയലൈസ്ഡ് എ റിട്ടേൺ ഓഫ്, ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിലെടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ മ്യൂച്വൽ ഫണ്ടാണ്. അതിൽ നിന്നും കിട്ടുന്ന റിയലൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത് 15% ആണ് ലാസ്റ്റ് ഇയറിൽ കിട്ടിയത്. സോ അപ്രോപ്രിയേറ്റ് മാർക്കറ്റ് ഇൻഡെക്സ് ഇപ്പോഴുള്ള മാർക്കറ്റ് ഇൻഡെക്സ് അതിൻ്റെ 12% ആണ്. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ അതിൽ നിന്ന് കിട്ടിയ റിട്ടേൺ 15% ആണ്. ഇപ്പോഴുള്ള അതിൻ്റെ മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 12% ആണ്. ദ ബീറ്റ ഓഫ് ദ ഫണ്ട്, ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പിന്നെ റിസ്ക് മെഷർ ചെയ്യുന്നത് 1.2 ആണ്. ദെൻ റിസ്ക് ഫ്രീ റേറ്റ്, അതായത് 3% വരെ റിസ്ക് ഇല്ലാണ്ട് നമുക്ക് റിട്ടേൺ കിട്ടും. അതാണ് റിസ്ക് ഫ്രീ റേറ്റ് 3%. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ആൽഫ, അതായത് കാൽക്കുലേറ്റ് ആൽഫ എന്ന് പറഞ്ഞാൽ ജെൻസസ് ആൽഫയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗേഴ്സ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ പറ്റും നോക്കാം. അപ്പോൾ ജെൻസസ് ആൽഫാൻ്റെ ഫോർമുല ഒന്നും കൂടി നോക്കാം. ജെൻസസ് ആൽഫ ഈസ് ഈക്വൽ ടു പോർട്ട്ഫോളിയോ റിട്ടേൺ. അപ്പോൾ ഇവിടുത്തെ പോർട്ട്ഫോളിയോ റിട്ടേൺ എന്ന് പറയുന്നത് 15% ആണ്. അപ്പോൾ 15% മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് പോർട്ട്ഫോളിയോ ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ ആണ്. അപ്പോൾ പോർട്ട്ഫോളിയോ റിട്ടേൺ 15% ആണ്. അപ്പോൾ 15% മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് എന്ന് പറയുന്നത് 3% ആണ്. അപ്പോൾ 3% പ്ലസ് പോർട്ട്ഫോളിയോ ബീറ്റ എന്ന് പറയുന്നത് 1.2 ആണ്. അപ്പോൾ 3% പ്ലസ് 1.2 ഇൻറ്റു മാർക്കറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് 12% ആണ്. 12% മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറയുന്നത് 3% ആണ്. അപ്പോൾ വൺസ് അഗെയിൻ ഇത് ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണെന്ന് നോക്കാം. So by applying the values in the given formula of calculating Genses alpha, that is alpha is equal to 15%, that is portfolio return 15% minus risk free rate 3% plus portfolio beta 1.2 into market return that is 12% മൈനസ് റിസ്ക് ഫ്രീ റിട്ടേൺ 3%. അപ്പോൾ നമ്മൾക്ക് ആ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള കാൽക്കുലേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രമാണ് നമ്മൾ 15% നിന്ന് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 3% പ്ലസ് 1.2 ഇൻറ്റു 12% മൈനസ് 3%. അപ്പോൾ 12% 3% മൈനസ് ചെയ്ത് 9%. 9%നെ 1.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്ത ഫിഗറിനോട് കൂടി 3% ആഡ് ബാക്ക് ചെയ്യുക. ആഡ് ബാക്ക് ചെയ്യുമ്പോൾ 13.8% കിട്ടും. അത് 15% ആയ പോർട്ട്ഫോളിയോ റിട്ടേണിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ 1.2% ആണ്. അപ്പോൾ ഈ 1.2%നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? അപ്പോൾ ഇവിടുത്തെ ആൽഫ നമുക്ക് പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞു അപ്പോൾ ആൽഫ മേ ബി ഐദർ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. അപ്പോൾ ഇവിടുത്തെ ആൽഫ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ ആൽഫ പോസിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്നോർമൽ റിട്ടേൺ കിട്ടുമെന്നാണ്. അപ്പോൾ എന്താണ് അബ്നോർമൽ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ കുഡ് ബി ഏബിൾ ടു സ്കോർ എക്സസ് റിട്ടേൺ ഫ്രം ദി ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് എക്സസ് റിട്ടേൺ കിട്ടും എന്നതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പോസിറ്റീവ് ആയതുകൊണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ഇസ് നോട്ട് ഏബിൾ ടു got a return according to the level of risk that they were taking. നമ്മൾ എത്രയാണോ റിസ്ക് എടുക്കുന്നത് അതിനനുസരിച്ച് റിട്ടേൺ കിട്ടില്ല എന്നും, പോസിറ്റീവ് ആണെങ്കിൽ കിട്ടും എന്നുള്ളൊരു മീനിങ്ങിലാണ് വരിക. അപ്പോൾ ഇവിടുത്തെ നമ്മൾക്കൊരു ഡിസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളാണോ റിസ്ക് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്ക് കിട്ടും എന്നുള്ളൊരു ഉത്തരമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ജെൻസസ് പെർഫോമൻസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഡിസിഷൻ ക്രൈറ്റീരിയയും. So to conclude that if an investor want to know whether the investment return is worth the risk, there are different methods you can use to measure the risk adjusted performance of your portfolio, and the Genses performance index is one of them. So it measures the returns earned in excess of or below the CAPM model or below the expected return based on the capital asset pricing model, given the portfolio beta and the overall market returns and the risk free rate of return.
Genesis alpha can have a positive or negative value. A positive value suggests that the portfolio's return is more than the expected return, while a negative value shows that the portfolio earned less than the expected return. The more positive the value of alpha, the better the return compared to the expected. So I hope you all are clear with my explanation. Do support for me. Thank you.